ചാനൽ. ഇന്ന് നമ്മൾ സ്വീറ്റ്സ് ഇട്ട് വന്നത് എല്ലാ ദിവസവും എന്താ പറയുക ഫ്രൈ ചെയ്യുന്നതും എല്ലാം ഒരു എരിവുള്ള സംഭവമല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് സ്വീറ്റ്സ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന കാര്യം എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ഒന്ന് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നൊന്നുമില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് ഞാൻ അരി എടുത്തിട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം പൊടിച്ചതാണിത്. അതായത് ഇത് അരി മാത്രമല്ല, കടലയില്ലേ, നിലക്കടല അരിയും കൂടി നന്നായിട്ട് വറുത്തതിന് ശേഷം പൊടിച്ചതാണ്. നല്ല മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചതാണ്. നല്ലോണം പൊടിഞ്ഞു കേട്ടോ, നന്നായിട്ട് പൊടിയണം നന്നാണ്. അതായത് നമ്മൾ അരി ഏതരിയായും കുഴപ്പമില്ല, വെളുത്ത അരിയാണേ, മട്ട ചുവന്ന അരിയല്ല, വെളുത്ത അരി ഏതായാലും കുഴപ്പമില്ല. നന്നായിട്ട് വറുക്കുക. നമ്മൾ ചീനച്ചട്ടി വെച്ച് നന്നായിട്ട് വറുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഞാൻ നിലക്കടലയിട്ട് നല്ലോണം വറുത്തതിന് ശേഷം പൊടിച്ചെടുത്തതാണിത്. പിന്നെ ഇത് ഞാൻ നമ്മളെ ബദാം നല്ലോണം ചെറിയ കഷ്ണമായിട്ട് നുറുക്കി വെച്ച. ഇത് ഈത്തപ്പഴം, അതും ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചതാണ്. പിന്നെ ഇത് ശർക്കര തേങ്ങ, ഇതാണ്. ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഉണ്ടയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്. അരിയുണ്ട പല സ്റ്റൈലിൽ ചെയ്യുന്നവരുണ്ട്, പല രീതിയിൽ അരിയുണ്ട ചെയ്യുന്നവരുണ്ട്. ഇത് ഒരു നോർമൽ, ഇത്ര സാധനമൊന്നും ഇല്ലെങ്കിലും അരിയുണ്ട നല്ല ടേസ്റ്റാണ്. ഇതിൽ കൂടുതൽ സാധനം ചേർക്കാം. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ നോർമൽ സാധനങ്ങളൊക്കെ ചേർത്ത് അരിയുണ്ടയാക്കാം. അപ്പോൾ നമുക്കിത് കുഴച്ച് ഉണ്ടയാക്കി എടുക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം, കാരണം ഇതിൽ വെച്ചെല്ലാം കൂടി കുഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം അരിപ്പൊടി, ഇത് ഞാൻ അരിപ്പൊടി നിലക്കടലയും കൂടി നന്നായിട്ട് ചീനച്ചട്ടിയിൽ വെച്ച് നല്ലോണം വറുത്തതാണ്. വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അടി പിടിച്ചു പോകരുത്, കരിഞ്ഞു പോകരുത്. നന്നായിട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ, ഒരു ബ്രൗൺ കളർ വരെ നമ്മളിങ്ങനെ നന്നായിട്ട് വറുക്കണം. അതായത് ബ്രൗൺ കളറാണ്. അടി പിടിക്കാനോ കരിയാനോ പാടില്ല, പ്രത്യേകം ഞാൻ പറയുന്നുണ്ട്. അതായത് ഫുൾ ടൈം ഇങ്ങനെ ഇറക്കുക. നമുക്ക് കൈ അത്രയും വേദനിക്കുന്നു തോന്നുമ്പോൾ ഒന്ന് നിർത്തുക, അതുവരെ നല്ലോണം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. ഇളക്കി നന്നായിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് കുഞ്ഞു ജാറിലിട്ട് പൊടിച്ചാലാണ് നല്ലോണം പൊടി. കുഞ്ഞു ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിത് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഞാൻ ചേർക്കുന്നത് ഈത്തപ്പഴം ചേർത്തു. നമ്മൾ ബദാം അരിഞ്ഞ് വെച്ചത് ചേർത്തു. പിന്നെ തേങ്ങ, ശർക്കരയൊക്കെ ഓരോരുത്തരെ ആവശ്യത്തിന്. ഒരുപാട് മധുരം വേണ്ടെന്നുള്ളവർക്ക് ആ രീതിയിൽ, നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ആ രീതിയിൽ ചേർക്കാം. അതൊക്കെ ഓരോരുത്തർ ചോയ്സായിട്ട് ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതൊരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, കാരണം അങ്ങനെ പൊടിഞ്ഞാൽ കിടക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു പ്ലേറ്റിലേക്ക് നല്ല സ്റ്റൈലൻ ഉണ്ടകളായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊരു പൊടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആരും പച്ചവെള്ളം ഒഴിക്കരുത്. നമ്മൾ തിളപ്പിച്ച വെള്ളം തണിഞ്ഞതിന് ശേഷം ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കില്ലേ, നല്ല കട്ട തിളച്ച വെള്ളമല്ല പറയുന്നത്, ഒരു മീഡിയം ഇതിൽ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ച് എത്ര ഒഴിക്കുമ്പോഴാണോ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഉണ്ടയാക്കി കിട്ടുന്നത് അതുവരെ ഒഴിച്ചിട്ട് നോർമലാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഞാൻ ഫ്ലാസ്കിൽ തിളപ്പിച്ച് ആറ്റി വെള്ളം വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കുറച്ച് ഒഴിച്ചെടുക്കാം. നോക്കി ഒന്നായിട്ട് ഒഴിച്ചു വിടരുത്, മെല്ലനെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടയാക്കാൻ പറ്റുന്ന രീതിയിൽ, അത്ര വരുന്ന രീതിയിൽ ഒഴിക്കുക. നോക്കി ഒഴിക്കുക.
നല്ലോണം മിക്സ് ചെയ്യണം. നമ്മളെ ഈത്തപ്പഴമൊക്കെ ഇതിലേക്ക് നല്ലോണം അങ്ങ് ഇതാവണം. ഈ ബദാമിൻ്റെ ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ ഒരു കടി കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. കടിക്കില്ല, പക്ഷെ നമുക്ക് കടിക്കാനാണ് ഉള്ളത്. ബദാമുണ്ട്, ഈത്തപ്പഴമുണ്ട്. ഇതിലിപ്പോൾ ഒരു സാധനം ഇല്ലെങ്കിലും ഇനി സാധനം കൂടിക്കഴിഞ്ഞാലും ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എനിക്ക് ഏകദേശം ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫ്ലാസ്ക് അങ്ങോട്ട് വെക്കാം. നമുക്ക് നല്ലൊരു പ്ലേറ്റ് എടുക്കാം. അത് ഞാൻ കൈ ഞാൻ പ്ലേറ്റ് എടുത്തു. പ്ലേറ്റ് വെച്ച് ഇനി നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഇതിലേക്ക് കുറച്ച് സമയം പിടിക്കുന്ന പരിപാടിയാട്ടോ ഇത്. കാരണം അരി വറുക്കുമ്പോൾ അത്യാവശ്യം നല്ല സമയം എടുക്കും. പിന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വേറെ പണിയൊന്നുമില്ല. അരി വറുത്ത് പൊടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേതൊക്കെ പിന്നെ നമുക്ക് തേങ്ങ കുറച്ച് ചേരി എടുത്താൽ മതി. ശർക്കര ഒന്ന് കത്തി കൊണ്ട് ഇതാക്കണം. നമ്മളെ വണ്ണുരുള ഓരോരുത്തർ കയ്യിൻ്റെ അളവിനനുസരിച്ച് ഉരുളയെ വരും കേട്ടോ. എനിക്ക് ഇത്രയാ എൻ്റെ കയ്യിൽ ഇതാവും. നമ്മളത് രണ്ടാമത്തെ ഉരുള. മൂന്ന്. അപ്പം നമ്മൾ 3-4 ഉരുളയാക്കി തുടങ്ങിയത് ഫുള്ള് ഞാനിങ്ങനെ ബോളാക്കിയെടുത്തു. എന്നിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ബോളാക്കി വെച്ചു. ഇത്രയും ബോളുകൾ കിട്ടിയിട്ടോ. എനിക്ക് ഇത്രയും ഉരുളകൾ ഇങ്ങനെ കിട്ടി. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ടേസ്റ്റിൻ്റെ മാത്രമല്ല, ആരോഗ്യത്തിന് നല്ലതാണ്. എന്താ പറയുക, അത്യാവശ്യം ധാന്യങ്ങളൊക്കെ എത്തുന്നതുകൊണ്ട് തന്നെ നല്ലതാണ്. അതായത് ഈത്തപ്പഴം, ബദാം, നിലക്കടല, പിന്നെ അരി, തേങ്ങ, ശർക്കര ഇതൊക്കെ എത്തുന്നതുകൊണ്ട് നല്ലതാണ്. പിന്നെ മധുരം ആയതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിഷ് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.